ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്ലൂട്ടോ ക്രിയേഷൻസ്. നമുക്കെല്ലാവർക്കും ചെറുപ്പത്തിൽ ഓരോരോ കളക്ഷൻസ് ഉണ്ടായിരുന്നല്ലേ. എനിക്കുണ്ടായിരുന്നൊരു കളക്ഷൻ ഞാൻ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇതുപോലെ വിയേർഡായിട്ടുള്ള ഷേപ്പുകളുള്ള കല്ലുകളായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ കല്ല് നോക്കുവാണെങ്കിൽ ഒരു ബൂമറാങ് പോലുണ്ട്. അതേസമയം ഈ കല്ല് നോക്കുവാണെങ്കിൽ കറക്റ്റ് ഒരു ചക്കക്കുരു പോലെ തന്നെ ഇരിക്കുന്നത് കണ്ടില്ലേ. കറക്റ്റ് ആ ചക്കക്കുരുവിൻ്റെ പോലെ തന്നെയുള്ള ആ ഒരു വരയും എല്ലാം കറക്റ്റായിട്ട് തന്നെയുണ്ട്. ഇതൊരു ഫോസിലാണെന്ന് പറഞ്ഞ് ഞാനൊന്ന് വിചാരിച്ചിട്ടുണ്ട്. ഈ കല്ലുകളൊക്കെ ഒരു കുപ്പിക്കകത്തിരുന്നാണ് എനിക്ക് കിട്ടിയത് ഈ കഴിഞ്ഞ ദിവസം. അപ്പോൾ എനിക്ക് തോന്നി ഇതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുള്ള നല്ല ഗുണമുള്ള എന്തൊരു സാധനം ഉണ്ടാക്കണം എന്ന് തോന്നി. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലുള്ള നല്ല കല്ലുകൾ യൂസ് ചെയ്തിട്ട് ഒരു പെൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു മാലയുടെ ലോക്കറ്റ് എന്നും പറയാം. ഒരു അഡ്വഞ്ചറസ് അല്ലെങ്കിൽ ഒരു മിസ്റ്റീരിയസ് ലുക്കുള്ള ലോക്കറ്റുകളാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ ലോക്കറ്റ് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്ന് അറിയണ്ടേ? ഓക്കെ, അപ്പോൾ നമുക്ക് വർക്ക് തുടങ്ങാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഇതുപോലെ കുറേ കല്ലുകളാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് നല്ല ഷേപ്പുള്ള കുറച്ച് കല്ലുകൾ നമുക്ക് നോക്കിയെടുക്കണം. ഇപ്പോൾ ഈ ഒരു കല്ലും ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുത്ത കല്ലുകളാണ്. സാധാരണ നമ്മളെ മുറ്റത്തൂടെ കിട്ടുന്ന വെള്ളാരം കല്ലും അതുപോലെ ഇപ്പോൾ ഒരു മിറ്റലിൻ്റെ പീസാണ്. ഇതൊന്ന് നമ്മൾ വെറ്റ് സ്റ്റോണിലിട്ടൊന്ന് ഉരച്ച് നല്ല ഷേപ്പാക്കി എടുത്തേക്കുന്നതാണിത്. അപ്പോൾ എന്തായാലും നമ്മൾ കാണാനായിട്ട് ഭംഗിയുള്ള കുറച്ച് കല്ലുകൾ എടുത്തിട്ടുണ്ട്. അതിനകത്തുനിന്ന് നമുക്ക് ഒരു 2-3 കല്ലുകൾ സെലക്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 2 കല്ലുകൾ ചൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കല്ല് നല്ലൊരു പിങ്ക് കളർ, ഒരു പീച്ച് കളർ ഇതിനുണ്ട്. ഇത് നല്ലൊരു വൈറ്റ് സ്റ്റോണാണ്. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്ത സ്റ്റോണാണ്, ഒന്ന് പോളിഷ് ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു മാറ്റ് ഫിനിഷാണ് ഈ സ്റ്റോണിനുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത് കോപ്പർ കോയിലാണ്. ഇതിപ്പോൾ നല്ല അത്യാവശ്യം തിക്നെസ് ഉള്ള ഒരു 1 mm തിക്നെസ് ഉള്ള കോപ്പറാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ നമുക്കൊരു കട്ടിംഗ് പ്ലെയർ വേണം. ഇതിൻ്റെ എഡ്ജ് നല്ല ഷാർപ്പായിട്ട് ഉള്ള കട്ടിംഗ് പ്ലെയർ ആണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ നമുക്ക് നമ്മുടെ ലോക്കറ്റ് ഹാങ് ചെയ്യാനുള്ള ത്രെഡും കൂടി ഇവിടെ വേണം. ഞാനിപ്പോൾ ഇത് സാധാരണ ഒരു ബ്ലാക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വേറെ ഒരു കോപ്പർ പോലെ തന്നെ കളറുള്ള ഒരു ത്രെഡാണിത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു വൈറ്റ് പേപ്പറിലോട്ട് നമ്മുടെ സ്റ്റോൺ ഇങ്ങനെ എടുത്ത് വെക്കാം. അതിനുശേഷം ഒരു പെന്നെടുത്തിട്ട് ഇതിൻ്റെ ഒരു ഔട്ട്ലൈൻ നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കണം. കറക്റ്റ് ആയിരിക്കണം നിർബന്ധമില്ല, അത്യാവശ്യം കറക്റ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഏകദേശം ഒരു ഔട്ട്ലൈൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കോപ്പറിൻ്റെ പീസ് എടുക്കാം. ഇതിപ്പോൾ ഒരു 10-20 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കോപ്പർ പീസാണ്. അപ്പോൾ ഈ കോപ്പർ പീസ് കൊണ്ട് ആദ്യം നമുക്ക് നമ്മുടെ ഈ ത്രെഡ് കയറ്റാനായിട്ട് പാകത്തിനായിട്ടുള്ള ഒരു കൊളുത്താണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ ഈ കോപ്പർ പീസിൻ്റെ ഒരു 3 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഒരു സൈഡിലോട്ട് ചെറുതായിട്ടൊന്ന് വളച്ചെടുക്കാനാണ് പോകുന്നത്. ഇതുപോലെ. അതിനുശേഷം ഇതിൻ്റെ ബാക്കി ഭാഗം, മുകളിലോട്ട് നിൽക്കുന്ന ഭാഗം നമ്മൾ ഒരു ലൂപ്പ് പോലെ മുകൾ ഭാഗത്ത് ഉണ്ടാക്കിയെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ സൈഡ് ഇങ്ങനെ ഒരു ലൂപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ മിച്ചമുള്ള ഈ ഒരു ഭാഗം ഇതിൻ്റെ ഈ മെയിൻ സ്റ്റെമ്മേ തന്നെ ഒന്ന് ചുറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഇതുപോലെ നല്ല ഭംഗിയുള്ള ലൂപ്പ് ഇട്ടിട്ടുണ്ട്. ഞാനിപ്പോൾ അത്യാവശ്യം വലിയൊരു ലൂപ്പ് തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത്. കാരണം നമ്മുടെ ത്രെഡ് നല്ലൊരു മുഴുത്ത ത്രെഡാണ്. ഇതിനകത്തൂടെ കയറി പോകണമെങ്കിലും ലൂസായിട്ടൊന്ന് കിടക്കണമെങ്കിലും ഇത്രയും വലിയൊരു ലൂപ്പ് വേണം. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ വരച്ച ഈ പടത്തിലോട്ട് നമ്മുടെ ഈ ലൂപ്പ് എടുത്ത് ഇങ്ങനെ അങ്ങ് വെക്കുക. ഓക്കെ, വെച്ചതിന് ശേഷം എങ്ങനെയാണ് നമുക്ക് ഇന്ന് വളച്ചെടുക്കണമെന്ന് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ ആദ്യമേ മുകൾ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു റിങ്, അതുപോലെ തന്നെ നടുക്ക് ഭാഗത്തായിട്ട് ഇതുപോലൊരു റിങ്, താഴ്ഭാഗത്തായിട്ടും ഇതുപോലൊരു റിങ്, ഇങ്ങനെ വരുന്നവരാണ് ചെയ്യാൻ പോകുന്നത്. അതുമാത്രമല്ല, പിന്നെ ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ഇതുപോലൊരു ഹാർട്ടും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ നടുക്കൊരു ഹാർട്ട്, മുകളിലൊരു റിങ്, താഴെ ഒരു റിങ്, ഇങ്ങനെ വരുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ കോപ്പർ വളച്ചെടുക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ഇത് വളയ്ക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ മുകളിലത്തെ ലെവൽ വെച്ച് ഇവിടെ ഒരു മാർക്ക് ഇടുക. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ആ മാർക്ക് വെച്ചൊന്ന് വളച്ചെടുക്കണം. ഓക്കെ, നമ്മളപ്പോൾ ഈ ഒരു സൈഡ് ഇങ്ങോട്ട് വളച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കല്ലെടുക്കാം. കല്ലെടുത്ത് ഈ കുളത്തിന് തൊട്ട് താഴോട്ട് വെച്ചിട്ട് ഈ കമ്പി കൊണ്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റിനൊരു ലൂപ്പ് ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ 1ാമത്തെ ലൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഈ ബാക്കിൽ കറക്റ്റ് ഇവിടെ വന്നതിന് ശേഷം ഈ ലൂപ്പ് ഒന്ന് തിരിച്ച് താഴോട്ടാക്കി കൊടുക്കണം. ഓക്കെ, നമ്മളിതിങ്ങനെ തിരിച്ച് താഴോട്ടൊന്നാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇതൊന്ന് അഴിച്ചെടുത്തിട്ട് ഇതിലൊന്ന് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ പൊസിഷൻ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു മാർക്ക് നമുക്കിതാ ഇവിടെയായിട്ടൊരു മാർക്ക് ഇട്ട് കൊടുക്കാം. അതായത് നമ്മുടെ ഈ ഹാർട്ട് ഉദ്ദേശിച്ചേക്കുന്നതിൻ്റെ കറക്റ്റ് സെൻട്രലായിട്ട് നമുക്ക് ഇനി ഇത് വളച്ച പോലെ തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഇങ്ങോട്ട് തന്നെ നമുക്കൊന്ന് വളച്ചു കൊടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇത് സെക്കൻഡ് സ്റ്റെപ്പ് ഈ സൈഡിലോട്ട് ഇത് വളച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന്. ഇനി നമുക്ക് വീണ്ടും ഈ കല്ല് ഇതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഒരു ലൂപ്പും കൂടെ ഇതിൻ്റെ സെൻറ്റർ വഴി എടുക്കാം. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്കൊരു മാർക്ക് ഇട്ടിട്ട് അവിടെ ഒരു ഹാർട്ട് ഉണ്ടാക്കാനുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ കല്ലെടുത്ത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലൂടെ നമുക്കൊന്ന് മടക്കിയെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെയായിട്ടാണ് നമുക്കൊരു ഹാർട്ട് വേണ്ടത്. ഇനി നമുക്ക് ഇവിടെ ഈ കമ്പി കൊണ്ട് തന്നെ ഒരു ഹാർട്ട് വളച്ചുണ്ടാക്കിയെടുക്കാം.
ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ചെറിയൊരു ഹാർട്ട് ഇതുപോലെ ഒന്ന് വളച്ചുണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇതുവഴി ഇങ്ങനെ വളച്ച് ഇങ്ങനെയാണ് അങ്ങോട്ട് എടുത്തേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ബാക്കിയുള്ള ഭാഗം ഇതിൻ്റെ ചുറ്റിനും ഒന്ന് ചുറ്റിയിട്ട് ഇതിൻ്റെ താഴ്ഭാഗത്ത് കൊണ്ടുവന്ന് വീണ്ടും അടിയിൽ ഒരു റിങ്ങും കൂടെ ഉണ്ടാക്കി കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ വെറുതെ ഒന്ന് ചുറ്റി വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ തന്നെ നമുക്ക് ലാസ്റ്റത്തെ ഒരു റിങ്ങും കൂടെ ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ഈ ഒരു ഭാഗം ഇതിൽ ചുറ്റി ചെറിയൊരു ബേസ് പോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. കാരണം ഈ കല്ലൊന്ന് സേഫായിട്ടൊന്ന് ഇരിക്കാനായിട്ടാണ്. എന്നിട്ട് നമുക്ക് അതിനുള്ളിലായിട്ട് കുറച്ച് പശയൊക്കെ വെച്ച് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ ഇച്ചിരി നല്ല സേഫായിട്ട് സെക്യൂറായിട്ട് ഇതിനകത്ത് ഇരുന്നോളും. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ചോട് ഭാഗം ഒന്ന് ചുറ്റി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചോട് ഭാഗം ചെറുതായിട്ടൊന്ന് അടുപ്പിച്ച് ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു ബേസ് പോലെ ഇതിന് ഇരിക്കാനായിട്ട് ഒരു സ്ഥലം കൂടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെ ഇരിക്കുന്നത് ഒന്ന് ഊരിപ്പോകാതെ ഒന്ന് സെക്യൂർ ചെയ്തൊന്ന് കെട്ടിവെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കട്ടി കുറഞ്ഞ കോപ്പർ വയറാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഒരു 0.2 mm തിക്നെസ് ഉള്ള വയറാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ബാക്ക് ഭാഗം ഈ 2 ജോയിൻറ്റ് ഇത് യൂസ് ചെയ്തിട്ടൊന്ന് കെട്ടി ഒന്ന് സെക്യൂർ ആക്കാം. അപ്പോൾ ഇനി ഇതിൻ്റെ ചോട് ഭാഗം ഒന്ന് ഊരിപ്പോകാണ്ടിരിക്കാനായിട്ട് നമുക്ക് എപ്പോക്സി യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ചോട് ഭാഗം ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഈ നൂൽക്കമ്പിയുമായിട്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ലോക്കറ്റ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗമൊക്കെ ഞാൻ എപ്പോക്സി വെച്ചൊന്ന് ഒട്ടിച്ച് റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണങ്ങുന്ന ഒരു എപ്പോക്സിയാണ് ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ അത് ഉണങ്ങുന്ന സമയത്ത് ഞാനിവിടെ രണ്ടാമത്തെ ഒരു പെൻഡൻറ്റും കൂടെ റെഡി ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ എന്തോ ഒരു മാജിക്കലായിട്ടുള്ള ഒരു സ്റ്റോൺ എൻഗേജ് ചെയ്തേക്കുന്നതാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങനെ ഈ കോപ്പർ വയർ യൂസ് ചെയ്ത് നമുക്ക് പല ഡിസൈൻസിൽ വളച്ച് ഇങ്ങനെ ഓരോ കല്ലിനെ നമുക്ക് എൻഗേജ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 2 ലോക്കറ്റും ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് ഇഷ്ടമുള്ള 2 ത്രെഡ് എടുത്ത് കയറ്റിയിടുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ലോക്കറ്റയിൽ ഈ കോപ്പർ കളറുള്ള ത്രെഡാണ് ഇടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ലോക്കറ്റയിൽ ഇടുന്ന പോലെ നമുക്ക് ചുമ്മാ ഇതിനകത്തൂടെ ഇങ്ങനെ കയറ്റിയിട്ടാൽ അത് കറക്റ്റായിട്ട് നമ്മുടെ ലോക്കറ്റ് കിടക്കില്ല. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഈ 2 ടിപ്പും ഈ ത്രെഡിൻ്റെ 2 ടിപ്പ് നമുക്കൊന്ന് ചേർത്ത് പിടിക്കാം. അതിനുശേഷം ഈ മടക്കിയ ഈ അറ്റം എടുത്തിട്ട് നമുക്ക് ഈ ലോക്കറ്റിൻ്റെ ഈ പുറഭാഗത്തു നിന്ന് ഉള്ളിലോട്ട് ഇങ്ങനെ അകത്തോട്ടിടാം. അതിനുശേഷം ഈ ഒരു ലൂപ്പിനുള്ളിലൂടെ നമുക്ക് ഈ ത്രെഡിൻ്റെ ബാക്കി 2 അറ്റവും ഇങ്ങനെ വലിച്ച് പുറത്തോട്ട് എടുക്കാം. എന്നിട്ട് നമ്മളൊന്ന് നേരെ ഒന്ന് വലിച്ച് മുറുക്കുവാണെങ്കിൽ നമുക്കിതിങ്ങനെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ലൂപ്പ് ഇതിൽ കിട്ടും. കണ്ടില്ലേ? അപ്പോൾ ഇനിയിപ്പോൾ ഈ ലോക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിപ്പോകില്ല, കറക്റ്റായിട്ട് തന്നെ അവിടെ കിടന്നോളും. ഇപ്പോൾ നമ്മളിതിങ്ങനെ പിടിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നേരെ തന്നെ കിടക്കും, അങ്ങനെ ചെരിഞ്ഞൊന്നും പോവില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിപ്പോൾ ഇതിലൊരു ലൂപ്പ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സ്റ്റോണിലും കൂടെ നമുക്ക് നമ്മുടെ ത്രെഡ് കയറ്റിയിടാം. ഓക്കെ, അപ്പോൾ സെയിം രീതിയിൽ തന്നെ നമ്മൾ ത്രെഡിനുള്ളിലൂടെ ഇട്ടിട്ട് ഒരു ലൂപ്പാക്കിയാണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 2 ലോക്കറ്റ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഞാനിവിടെ ഒരു വൈറ്റ് സ്റ്റോൺ ആയതുകൊണ്ടാണ് ഒരു ബ്ലാക്ക് ത്രെഡ് യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ ഇതിനിപ്പോൾ രണ്ടും ഏറെക്കുറെ സെയിം കളറായിട്ടുള്ള ത്രെഡും സ്റ്റോണും തന്നെയാണ്. അപ്പോൾ നമ്മളിന്ന് കല്ലുകൾ യൂസ് ചെയ്യുന്ന നല്ല അടിപൊളി പെൻഡൻറ്റുകൾ ഉണ്ടാക്കി. കണ്ടില്ലേ? അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് പെൻഡൻറ്റുകൾ തന്നെ ഉണ്ടാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പകരം നമുക്ക് കീ ചെയിനുകളും ഉണ്ടാക്കാൻ പറ്റും. ചെറിയൊരു വ്യത്യാസം മാത്രം വരുത്തിയാൽ മതി. നമ്മുടെ ഈ ത്രെഡിൻ്റെ നീളം കുറച്ചിട്ട് ഒരു കീ ചെയിൻ്റെ പാകത്തിനുള്ള നീളം ആക്കുവാണെങ്കിൽ നല്ല അടിപൊളി കീ ചെയിനായിട്ട് നമുക്കിതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ സ്റ്റോൺ പെൻഡൻറ്റുകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മളെല്ലാവരും ഇപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, ഇഷ്ടംപോലെ സമയമുണ്ട്. അപ്പോൾ നമ്മുടെ സമയം നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് മാറ്റാനായിട്ട് ഇതുപോലുള്ള ഓരോ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ എന്തായാലും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് വീണ്ടും കാണുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.